എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഈ പച്ചക്കറി തൈകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്നാണ് ഈ പച്ചക്കറി തൈ കിട്ടിയെങ്കിലും ഇത് ബ്ലോക്കിന്റെ പദ്ധതിയാണ്. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ബ്ലോക്കിൽ ഒരു 5 കൃഷിഭവനാണ് ഉള്ളത്. ഈ 5 കൃഷിഭവനിലെ ഒരു 20 കർഷകർക്ക് 20 ഗ്രൂപ്പുകൾക്കാണ് കൊടുക്കണായിട്ട്. അപ്പൊ വ്യക്തികൾക്കല്ല, ഗ്രൂപ്പുകൾക്ക് കൊടുക്കണതാണ്. അപ്പൊ നമുക്ക് സർക്കാർ കഴിഞ്ഞ വർഷം ഒരു 2 വർഷമേ പറയണത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി എല്ലാ സഹായങ്ങളും ഗ്രൂപ്പ് വഴിയേ കിട്ടുള്ളൂ. ഈ കൃഷിയുടെ സഹായങ്ങളൊക്കെ ഗ്രൂപ്പ് വഴി പല പല പദ്ധതികളുണ്ട്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇതേപോലുള്ള തൈകള് വളങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് വഴി കിട്ടുന്നുണ്ട്. അപ്പൊ എന്നും കൃഷിഭവനിലാണ്, നമ്മുടെ കൃഷിഭവൻ വഴിയാ കിട്ടും, കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് തരുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് ഒരു 20 ഗ്രൂപ്പുകൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ കിട്ടിയ പച്ചക്കറി തൈകളാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ നമുക്കിപ്പോ ഒരു 4 പേര് തുടങ്ങി നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അതിപ്പോ ഈ അയൽക്കൂട്ടങ്ങള് ഒക്കെ ഇന്ന് രൂപീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഏത് ഗ്രൂപ്പ്, കുടുംബശ്രീയുടെ JLG ഗ്രൂപ്പുകള്, അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായാൽ മതി. ആ ഗ്രൂപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, നമ്മൊരു അക്കൗണ്ട് എടുക്കണം, ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. പിന്നെ നമുക്കൊരു സീല് വേണം, പിന്നെ നമ്മത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ബ്ലോക്കിന്റെ എല്ലാ പദ്ധതികളും ഗ്രൂപ്പുകൾക്ക് മാത്രം കിട്ടുള്ളൂ, വ്യക്തികൾക്ക് കിട്ടൂല. അപ്പൊ ഇതെപ്പോഴും കൃഷിഭവനിൽ ഇങ്ങനെ ഈ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈകളും വളങ്ങളൊക്കെ വരുമ്പോ എപ്പോഴും പ്രശ്നമാണ് ആളുകൾ. അതെന്താണ് ഗ്രൂപ്പുകൾക്ക് മാത്രം, അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കണം. പക്ഷെ അങ്ങനെയല്ല, ഈ ഗ്രൂപ്പിന് വരുമ്പോ അവർക്ക് ഗ്രൂപ്പുകൾക്കല്ലാണ്ട് വ്യക്തികൾക്ക് കൊടുക്കാനായിട്ട് പറ്റൂല. അപ്പൊ നമ്മ എപ്പോഴും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അതറിയാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഈ ബ്ലോക്കിന്റെ പദ്ധതികളെ പറ്റിയൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമുക്ക് മെഷീനറികളായാലും നമുക്ക് ഗ്രൂപ്പുകൾക്കാ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് പൈസ ഒക്കെ അടച്ചാൽ മതി. നമുക്കിപ്പോ ഒരു 10% അല്ലെങ്കിൽ 5% ഒക്കെ പൈസ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് സഹായങ്ങള് നമുക്കിത് ബ്ലോക്ക് പദ്ധതികളുണ്ട്. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ തൈകളാണ് കിട്ടിയേക്കണേന്ന് നമുക്ക് നോക്കാം. എന്താ, ഇത് തക്കാളിയുടെ തൈകളാണ്. നല്ല തൈകളാണ്. 1 മാസം പ്രായമായ തക്കാളിയുടെ നല്ല തൈകളാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തക്കാളിയൊക്കെ നട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തക്കാളി നമുക്ക് ഉണ്ടായി കിട്ടും. അതേപോലെ മുളകിന്റെ തൈയുണ്ട്. ഇതും നല്ല മുളകിന്റെ തൈകളാണ്. കണ്ട, പിന്നെ വഴുതനയുടെ തൈയുണ്ട്. കണ്ട, ഇതൊക്കെ നല്ല നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉള്ള നല്ല തൈകളാണ്. പിന്നെ വെണ്ടയുടെ തൈയുണ്ട്, പയറിന്റെ തൈയുണ്ട്, പടർത്തണ ഐറ്റംസും ഉണ്ട് നമുക്ക്. കണ്ട, പീച്ചിലിന്റെ തൈയുണ്ട്, മത്തയുടെ തൈയുണ്ട്. അപ്പൊ ഇത്രയും തൈകളായിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത്. പിന്നെ കിട്ടിയേക്കണത് നമുക്കിതിൽ എന്താന്ന് നോക്കാം. ചാക്ക് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളും മഞ്ഞളും ഒക്കെ കിട്ടിയിട്ടുണ്ടാണ്ട, ചേമ്പൊക്കെ കിട്ടിയിട്ടുണ്ടാണ്ട, ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി, നല്ല ഇഞ്ചിയാണ്. വേണ്ട, ഇഞ്ചിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ട, ചേന, നമുക്ക് ചേന കിട്ടിയിട്ടുണ്ട്. മഞ്ഞളൊക്കെ കിട്ടിയിട്ടുണ്ട്. വേണ്ട, മഞ്ഞളൊക്കെ പ്രതിഭ മഞ്ഞളാണ് കിട്ടിയേക്കണത്. ഇഞ്ചി വരതയാണ്. വേണ്ട, നല്ല ഇഞ്ചിയിൽ തന്നെ നല്ല ഉൽപാദന ശേഷിയൊക്കെ ഉള്ള ഇതാണ് വരുന്നത്. പിന്നെ ചേമ്പൊക്കെ കണ്ട, നല്ല ചേമ്പ് വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ട, ചേമ്പൊക്കെ നമുക്ക് അധികം കിട്ടിയിട്ടുണ്ട് നടാനായിട്ട്. കണ്ട, കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല നല്ല വിത്തുകളാണ് നമുക്ക് കിട്ടിയേക്കണത്. കണ്ട, ചേനയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ട, ഇതേപോലെ ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തണം. കണ്ട, ഒരുപാട് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ
ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഒരു 4,000 5,000 പേരുണ്ടെങ്കിൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലേക്കും കണ്ട നമുക്ക് വർഷം മുഴുവനും ഉപയോഗിക്കാൻ പറ്റണ വിധത്തില് ഇഞ്ചി മഞ്ഞളും ചേമ്പും എല്ലാം കിട്ടിയത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കപ്പയുടെ കമ്പ് കിട്ടിയിട്ടുണ്ടാണ്ട. ഇതേപോലെ കുറെ കപ്പയുടെ കമ്പുണ്ട് വേണ്ട. ഇതൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് വർഷം മുഴുവൻ കപ്പ കഴിക്കണ രീതിയിൽ കപ്പ നല്ല കപ്പ ആയിരിക്കുള്ളൂ വേണ്ട. നല്ല തണ്ടുകളാണ് കിട്ടിയേക്കണത്. അപ്പൊ നമുക്ക് ഇത്ര അധികം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പച്ചക്കറി തൈയൊക്കെ നടാൻ പറ്റിയ സമയമാണ്. അപ്പൊ മഴക്ക് മുമ്പ് തന്നെ നമുക്കിപ്പോ ഇത് വളർന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് വിഷുവിനൊക്കെ ഏറെക്കുറെ വിളവെടുക്കുകയും ചെയ്യാം. അപ്പൊ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഒരുപാട് പദ്ധതികൾ ഉണ്ടെന്ന് കൃഷിഭവൻ വഴിയും ബ്ലോക്ക് പദ്ധതികളൊക്കെ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് അടുത്തുള്ള കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ ഗ്രൂപ്പിന് കിട്ടണ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിന് എന്താ ചെയ്യേണ്ടതെന്നും അതും പറഞ്ഞുതരും. അപ്പൊ എല്ലാവരും ഈ പദ്ധതികളും എല്ലാരും നമുക്ക് പ്രയോജനപ്പെടുത്തണം. എങ്കിൽ മാത്രമേ കണ്ട സർക്കാർ ചെയ്യണ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടാകുള്ളൂ. നമുക്കിപ്പോ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കിടക്കണ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എല്ലാവിടും. അപ്പൊ അവിടെയൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യണമെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. ഇനിയിപ്പോ സ്ഥലം ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ വീടുകളിൽ ചെയ്താലും മതി. അപ്പം എല്ലാവരും ഈ പദ്ധതികളൊക്കെ പ്രയോജനപ്പെടുത്തണം. എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യണം. നമുക്ക് പച്ചക്കറി തൈയും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലം ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്കിന്ന് കൃഷി ചെയ്യാം. നമുക്ക് സ്ഥലം ഇല്ലെങ്കിലും ഒരുപാട് കൃഷി നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യാലോ. എല്ലാവരും കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.